നിഫ്റ്റി 50ലെയും ബാങ്ക് നിഫ്റ്റിയിലെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് HDFC ബാങ്ക്. നമ്മുടെ എക്കണോമിയുടെ നട്ടെല്ലായ ബാങ്കിങ് സെക്ടറിൽ നിന്ന് ഇൻഡസ്ട്രി ഭീമനായിട്ടുള്ള HDFC ബാങ്കിനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കുകളിൽ ഒന്നായതിനാൽ തന്നെ ഇതിൻ്റെ പ്രകടനം പലപ്പോഴും എക്കണോമിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിൻ്റെ ഒരു അളവ് പോലായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു ഡൗട്ട് ഇതാണ്, എന്തുകൊണ്ടാണ് HDFC ബാങ്ക് ഇപ്പോൾ നമ്മുടെ വാച്ച് ലിസ്റ്റ് എത്തപ്പെടുന്നത്? ബാങ്ക് 2025 സെപ്റ്റംബർ ക്വാർട്ടറിൽ 16,821 കോടിയുടെ ശക്തമായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 ക്വാർട്ടറുകളിലെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. HDFC ലിമിറ്റഡുമായിട്ടുള്ള വലിയ മെർജറിന് ശേഷം അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള റിട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ ചില പ്രഷറുകൾ ഉണ്ടായിരുന്നെങ്കിലും ബാങ്ക് ഇപ്പോഴും വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ ചരിത്രം നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 2025 ഓഗസ്റ്റിലെ ഒരു ബോണസ് ഇഷ്യൂ കാരണം വിലയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നതിന് ശേഷം സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയായിരുന്നു. നിലവിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് അതിൻ്റെ 50-day 100-day മൂവിംഗ് ആവറേജുകൾക്കിടയിലാണ് ട്രേഡ് ചെയ്യുന്നത്.